ഞാനാ കേൾക്കുന്നത്. അല്ല മിസ്റ്റർ, ഞാൻ പറഞ്ഞു വരുന്ന മറുപടി എന്താണ് എന്ന് എനിക്കറിയാം. എനിക്ക് രണ്ടുപേർ ഈ ഇവിടെ CPM-നെയും ഗവൺമെന്റിനെ ആക്രമിക്കാൻ ചർച്ച ചെയ്യുമ്പോൾ അതിന് മറുപടി പറഞ്ഞ് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം തീരുമാനിക്കുന്നത് ദാറ്റ് ഈസ് മൈ പ്രൊറോഗേറ്റീവ്, നോട്ട് മനോരമാസ് പ്രൊറോഗേറ്റീവ്. മനോരമയല്ല തീരുമാനിക്കണം ഞാൻ എന്ത് പറയണമെന്ന്. സൗകര്യം കേട്ടാൽ മതി. ഞാൻ പറയുക എന്ത് പറയണം. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, കേരള പോലീസ് ഈ ഒരു ഇങ്ങനത്തെ ഒരു വിദ്വേഷ പ്രസംഗം കേട്ടില്ലെന്നടിക്കും. പബ്ലിക് ഡൊമൈനിലുള്ള ഒന്ന് കേട്ടില്ലെന്നടിക്കും. ആരുടെ പബ്ലിക് ഡൊമൈനില് 4 ദിവസം നിങ്ങൾക്ക് ചർച്ച നടത്തില്ലോ? നിങ്ങൾ എന്ത് ചെയ്ത് ചർച്ച നടത്താത്ത? അതായിരുന്നു പ്രശ്നം. പോയോ ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തതാണോ പ്രശ്നം? അതുകൊണ്ടാണോ കേരള പോലീസ് കേസെടുക്കാതിരുന്നത്? തങ്കക്കുടവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഒഫൻസ് നടന്നു എന്ന് നിയമപ്രകാരം നടപടിയെടുക്കുന്ന അതോറിറ്റിയുടെ മുന്നിൽ വരണ്ടേ? സാങ്കല്പികമായി ശൂന്യതയിൽ നിന്ന് പരാതി ഉണ്ടാക്കി കേസെടുക്കാൻ പറ്റുമോ? ഒരു കോൺഗ്രസ്കാരനും കൊടുക്കുന്നില്ല, ഒരു മനോരമയും കൊടുക്കുന്നില്ല, ഒരു മറ്റു പത്രങ്ങളും കൊടുക്കുന്നില്ല. ഞാൻ ചോദിക്കാത്ത എന്നോട് ചോദിക്കും. നിങ്ങൾക്ക് അയച്ച പരാതിക്ക് നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്തില്ല? അരുൺകുമാറെ, കള്ളം പറയരുത്. നിങ്ങൾ ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ, കലാപം ഉണ്ടാക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കരുത്. ബിജെപിയുടെ ശ്രീ രാജു, താങ്കളുടെ പോയിന്റ് അവിടെ ക്ലിയർ ആയിട്ട് കഴിഞ്ഞു. ഒരു സെക്കൻഡ് ശ്രീ രാജു. അല്ല അതിന് ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ ശ്രീ രാജു, ശ്രീ അരുൺകുമാർ. ഞാൻ ഇത്രയും പറഞ്ഞത് വെറും ന്യായീകരണമായിരുന്നു. ഓക്കെ, ഇല്ല, നമുക്ക് 28 പറഞ്ഞത്. ഇനി കുറച്ച് കഴിയുമ്പോ 27 അയച്ച പരാതി വരും. അല്ലല്ല, അങ്ങനെയല്ല. നോക്കൂ, നീണ്ട ഈ സംഭവം സ്ക്രീൻഷോട്ട്. അല്ലല്ല ശ്രീ അരുൺകുമാർ, അത് ശരിയല്ല. താങ്കളെ പോലെ ഉത്തരവാദപ്പെട്ട ആളത് പറയരുത്. താങ്കളെ പോലെ ഉത്തരവാദപ്പെട്ട ആളത് പറയരുത് ശ്രീ അരുൺ. അല്ല, ഒരു മിനിറ്റ്, ഇത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്നതല്ല. താങ്കൾ ഒന്ന് പോലീസ് ആസ്ഥാനത്ത് ചെക്ക് ചെയ്തിട്ട് പറയൂ, ഇത് വ്യാജമാണോ അല്ലയോ? 28 പരാതി ഉണ്ടോന്ന് ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. കേരളത്തിലെ സഖാവ് പിണറായി വിജയന്റെ തലയ്ക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മംഗലാപുരത്ത് ഒരു യോഗത്തിൽ പങ്കെടുത്താൽ പിണറായിയെ ഷൂട്ട് ചെയ്ത് കളയുമെന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താങ്കൾക്കറിയോ? കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇതുവരെ 1 രൂപ പോലും പ്രഖ്യാപിച്ചിട്ടില്ല ഇനാമായി എന്നുള്ളത് ഞങ്ങളുടെ കുറ്റമല്ല. സഖാവ് പിണറായി വിജയന്റെ തലയ്ക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചപ്പോ മംഗലാപുരത്ത് ഒരു യോഗത്തിൽ CPM-ന്റെ പൊതുയോഗത്തിൽ വന്ന് പ്രസംഗിച്ചാൽ തീർത്തു കളയുമെന്ന് സംഘപരിവാർ പ്രസംഗിച്ചപ്പോ അന്ന് ഈ മനോരമയുടെ വികാരം കണ്ടില്ലല്ലോ. ഇല്ല, കണ്ടില്ലേ? വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലെ എന്ന് പറഞ്ഞല്ലോ നമ്മുടെ മുഖ്യമന്ത്രി മനോരമയല്ല പ്രതികരിപ്പിക്കേണ്ടത്. മനോരമ പറയുന്നത് പോലെയല്ല ഈ വിഷയം പ്രതികരിക്കേണ്ടതല്ല. പ്രതികരിക്കും. പരാതിയിൽ ശക്തമായി നടപടിയെടുത്തു. അത് ചെയ്യുകയും ചെയ്യും, തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ തമ്മിൽ സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്നുമില്ല. മനോരമയുടെ ഈ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. ചോദ്യം വെരി ക്ലിയർ ആണ് സാർ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലെങ്കിലും ഒരു പരാമർശമുണ്ടോ? ശരി എന്ന് പറഞ്ഞ് പൊതുമണ്ഡലത്തിലേക്ക് വരുന്ന സാഹചര്യം വരുമ്പോ മനോരമയ്ക്ക് പൊള്ളും. കൊല്ലം കുഴലിട്ടാലും നിവരാത്ത പട്ടിയുടെ വാലില്ലേ, അതുപോലെയാ തന്റെ മനസ്സ്. ഞാൻ ചില കാര്യങ്ങൾ അങ്ങയുടെ അറിവിലേക്ക് സൂചിപ്പിക്കാം. മോദിയെ ഇല്ലാതാക്കണം എന്ന് പ്രസംഗിച്ചത് ഡൽഹി DCC അധ്യക്ഷൻ അനിൽ ചൗധരി. അവിടേക്കൊന്നും പോകരുത്. എന്റെ ചോദ്യം ശ്രീ പ്രിന്റു മഹാദേവ് പറഞ്ഞ കാര്യം കേരളത്തിലെ പാർട്ടി BJP നേതൃത്വം കേട്ടിട്ടുണ്ടോ എന്നാണ്. താങ്കൾ അതിനുശേഷം ആദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. അല്ലല്ല, അവിടെ നിൽക്കുന്നേ, ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ചോദ്യം. അല്ല, അങ്ങനെയല്ലേ ഒരു മര്യാദക്ക് ആദ്യം എന്റെ ചോദ്യത്തിന് ഒരു ചെറിയ ഒരു 2022 ഡിസംബർ 12 തീയതി. അല്ല, ഞാൻ പറയാന്നേ, എനിക്ക് പറയാനുള്ള എന്റെ ഉത്തരം കെട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ആ വഴിക്ക് വീണ്ടും പോകാനല്ലേ? ആണല്ലോ, നമ്മൾ അതല്ലേ സംസാരിക്കുന്നത്. അങ്ങ് വീണ്ടും ആ വഴിക്ക് പോകാനല്ലേ? ഉറപ്പായിട്ടും അതെ. ഇന്ന് അതല്ലേ അത് സംസാരിക്കാനാണോ നമ്മൾ ഇരിക്കുന്നത്? ഞാൻ ഇരിപ്പുണ്ടല്ലോ. അത് തന്നെ ഞാൻ പറയട്ടത്, എന്റെ മറുപടി ഞാൻ പറയട്ടത്. അങ്ങനത്തെ അസ്വസ്ഥനാവുന്ന എനിക്ക് പറയാനോടെ ഞാൻ പറയട്ടെ, എന്നിട്ട് ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. പറഞ്ഞിട്ടേ ഞാൻ പോത്തുള്ളൂ. ഞാൻ അങ്ങനെ ഇറങ്ങി പോകുന്നു അങ്ങ് കരുതണ്ട. വെറുതെ കിടന്ന് ഉരുളാദാശനെ. 2022 ഡിസംബർ 12 ഭരണഘടനയെ സംരക്ഷിക്കണമെങ്കിൽ മോദിയെ കൊല്ലണം. മുൻ മധ്യപ്രദേശ് മന്ത്രി രാജ് പട്ടേരിയുടെ വാക്കുകളാണ്. മോദിയെ പൊളിറ്റിക്കലി ഫിനിഷ് ചെയ്യണം. സാം പിത്രോദ, കൂടാതെ P ചിദംബരം. ദിഗ്വിജയ് സിംഗിന്റെ ഉണ്ട്, മോദിയെ നശിപ്പിക്കണം. മണിശങ്കർ അയ്യറുണ്ട്, മോദിയെ കാണിച്ചു തരാം. ഇനി ഇവരുടെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ മല്ലികാർജുന ഖാർഗെ, മോദിയെ വിഷപ്പാമ്പ്. ഇതൊക്കെയാണ് സത്യത്തിൽ ഈ അയ്യപ്പദാസ് ഈ നമ്മളുടെ രാജ്യം ചർച്ച ചെയ്യേണ്ട കൊലവിളി പ്രസംഗങ്ങൾ അല്ലെങ്കിൽ കൊലവിളി സംഭാഷണങ്ങൾ. ഇവിടെ ഈ രണ്ടുപേരും ഇപ്പൊ സമാധാനത്തിന്റെ പറച്ചിലിന്റെ വെള്ളരിപ്രാവുകളാവാൻ ശ്രമിക്കുന്ന ഈ രണ്ടുപേരും ഈ സംസ്ഥാനത്ത് ഉൾപ്പെടെ കൊലവിളി നടത്തിയവരാണ്.
ഞാൻ ഈ ശ്രീ അരുൺകുമാർ സംസാരിച്ച സമയത്ത് കോൺഗ്രസിനെതിരെ ഒരു വാക്കെങ്കിലും പറയുന്നു കരുതി. കാരണം അങ്ങയുടെ ചർച്ചയിൽ, ശ്രീ അയ്യപ്പദാസിന്റെ ചർച്ചയിൽ 2022 ജൂൺ മാസം 15-ാം തീയതി ഇവരുടെ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ BRM ഷഫീർ പറഞ്ഞൊരു വാചകമുണ്ട്, കെ സുധാകരനെ പ്രകീർത്തിച്ചുകൊണ്ട്. കെ സുധാകരൻ എങ്ങനെയുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ EP ജയരാജനോട് പറയണം ആ തലയുടെ പുറകിൽ ഒന്ന് തടവി നോക്കാൻ. ചരിത്രത്തിലൊക്കെ നല്ല പിടിപാടാണല്ലോ. ഇന്നേക്ക് 4 ദിവസം മുമ്പ് ഒരു ചാനലിലുണ്ടായ ചർച്ചയിൽ ഒരു കാരണവശാലും വരാൻ പാടില്ലാത്ത, ഇനി ഞാനാണെങ്കിൽ പോലും വരാൻ പാടില്ല തരത്തിലുള്ള ഒരു നാക്കുപിഴ പ്രിന്റുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തു. അദ്ദേഹം നെഞ്ചുവേദന അഭിനയിച്ചെങ്ങും പോയില്ല. അദ്ദേഹത്തിന് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ പോലീസിനെ അറിയിച്ചു. അദ്ദേഹം സ്റ്റേഷനിൽ കീഴടങ്ങും, അദ്ദേഹം സ്റ്റേഷനിലെത്തും, അദ്ദേഹം നിയമ നടപടികൾ നേരിടാൻ തയ്യാറാണ്, അദ്ദേഹം അറിയിച്ചു. ആ സമയത്ത് മറുപടി പറയാത്ത ശ്രീ പിണറായി വിജയന്റെ പോലീസ് ഇവിടുത്തെ തൃശ്ശൂരെ BJP-യുടെ നേതാക്കന്മാരുടെ വീടുകളിലേക്ക് പോലീസ് പടയുമായിട്ട് ഇരച്ചു കയറുകയാണ് ചെയ്തത്. അയ്യപ്പദാസ്, പ്രിന്റുവിനെ അന്വേഷിക്കാൻ പോകേണ്ടത് പ്രിന്റുവിന്റെ വീട്ടിലല്ലേ? ഇവർ പോയത് എവിടേക്കാണ്? ജില്ലാ വൈസ് പ്രസിഡന്റ് വീട്ടിൽ പോയില്ലേ? പലരും കരുതി വെച്ചോ കുന്തിരിക്കം കരുതി വെച്ചോ, വരുന്നുണ്ടോ നിന്റെയൊക്കെ കാലന്മാർ എന്നൊരു പിഞ്ചു കുഞ്ഞിന്റെ വായിലേക്ക് മുദ്രാവാക്യം തെള്ളി വെച്ച് കൊടുത്തവർ ഇന്നിപ്പോ എവിടെയുണ്ട്? വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്ന ഏത് ശിക്ഷാ നടപടി സ്വീകരിക്കാനും ഞാൻ ഉൾപ്പെടെയുള്ള BJP-യുടെ ഓരോ പ്രവർത്തകരും തയ്യാറാണ്. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് നിയമത്തിൽ വിശ്വാസമുണ്ട്. അല്ലാതെ കോൺഗ്രസ് പാർട്ടിയെ പോലെ ഒരു നിമിഷം പോരുത്. നിയമത്തിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ പറയില്ല. ഇവിടെ എന്താ പ്രശ്നം അയ്യപ്പദാസ് ആദ്യം മനസ്സിലാക്കുക. 26-ാം തീയതി ന്യൂസ് 18 ചാനലിൽ നടന്ന ചർച്ച 27, 28, 29 പിന്നിട്ട് 30-ലേക്ക് വരുമ്പോൾ 29-ാം തീയതി മുതൽ ഇതൊരു പ്രക്ഷോഭത്തിലേക്കും പരാതിയിലേക്കും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി നിലാവത്ത് അഴിച്ചുവിട്ട കോഴികളെ പോലെ തെക്ക് വടക്ക് നടക്കാണ്. അവർ എന്തു പറഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിക്കും? ഒട്ടും പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത നിലപാടാണ്. 1 മണിക്കൂർ ചർച്ചയിൽ അങ്ങ് എന്നെ സംസാരിക്കാൻ അനുവദിച്ചത് 6 മിനിറ്റും 23 സെക്കൻഡുമാണ്. അല്ല, അപ്പൊ അതുകൊണ്ട് അങ്ങ് നിലപാട് ഇത് വസ്തുതാപരമല്ല. ഏത് എത്ര തവണ ഉണ്ടായി റീവൈൻഡ് ചെയ്തേ? അങ്ങ് തന്നെ റീവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി. ഒരു പുണ്യാളച്ചൻ. ശരി, രാജു പി നിക്ക്, നമ്മൾ വെറുതെ സമയങ്ങളുണ്ടല്ലോ. 8 മണിക്ക് നിങ്ങൾക്ക് 9 മണിക്ക് നിർത്തണ്ടേ? രാജു പി നായർ രാഹുൽ ഗാന്ധിക്കെതിരെ ഇവിടുത്തെ CRPF-ന്റെ ചീഫ് ഒരു VVIP സെക്യൂരിറ്റി പ്രോട്ടോകോൾ ലംഘിച്ചതിന് ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്. 2020 മുതൽ ഇദ്ദേഹം 113 സമയമാണ് ഇത്തരത്തിലുള്ള വയലേഷൻ, സെക്യൂരിറ്റി Z+ASL വയലേഷൻ നടത്തിയിട്ടുള്ളത്. അതിനകത്ത് പറഞ്ഞത് ഒരു വലിയ പോയിന്റ് ഉണ്ട് രാജു പി നായർ. Unscheduled movements without notifying the relevant security wing. This includes not informing CRPF or state agencies in advance about certain foreign visits. അങ്ങനെ പ്രശ്നം എന്താണ് ശ്രീ അയ്യപ്പദാസ്? 30 സെക്കൻഡിലൂടെ ആവർത്തിച്ചതാണ് എന്റെ പ്രശ്നം ശ്രീ ജിതിൻ. ഞാൻ താങ്കളോട് വീണ്ടും ക്ഷമാപണം നടത്തും. പക്ഷേ 1.5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങിയത്. ആ 30 സെക്കൻഡ് അലർട്ട് ചെയ്യേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ചെയ്തത്. അല്ലല്ല എനിക്ക് മനസ്സിലാവും. പിടിച്ചാ മലയും പോരും. ഞമ്മക്ക് ഈ തറവാട് കുളം കോരണം. അതാ